ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് പുരടിയാട്ടിൽ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് 2-3 വീഡിയോസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രോട്ടീൻ എന്താണ്, പ്രോട്ടീൻ്റെ ആവശ്യം എന്താണ്, ഫാറ്റിൻ്റെ ആവശ്യം എന്താണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യം എന്താണ്, ഫൈബറിൻ്റെ ആവശ്യം എന്താണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ജനറലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം, അതനുസരിച്ച് നമ്മൾ അധ്വാനിക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥിതി ഇപ്പം മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സസൈസ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ ചിലവർ വിചാരിക്കും എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യാം. പക്ഷേ നിങ്ങൾ എക്സസൈസ് ചെയ്യാതെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ആവും, പിന്നെ നിങ്ങൾക്ക് ശരീരത്തിന് പ്രശ്നമാവും. അങ്ങനെയും പാടില്ല. നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, അതനുസരിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യണം. ഇത് രണ്ടും കൂടി ആയാലാണ് നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതിനുശേഷം നിങ്ങൾ 1 മണിക്കൂർ രാവിലെയോ വൈകുന്നേരമോ 1 മണിക്കൂർ നിങ്ങൾ അധ്വാനിക്കുക. ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു 10 ദിവസം രാവിലെ നേരത്തെ എണീക്കണം, പ്രശ്നമാണ്, ഓഫീസിൽ പോകണം, എന്തൊക്കെ ആയാലും നിങ്ങളൊരു 1 മണിക്കൂർ ഇല്ലെങ്കിലും മിനിമം ഒരു 45 മിനിറ്റ് നിങ്ങൾ എടുക്കുക. 45 മിനിറ്റ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം കൺട്രോൾ ചെയ്യണം. എപ്പോഴും നിങ്ങളിപ്പോൾ റൈസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്ലേറ്റ് റൈസ് അല്ല, വളരെ കുറച്ച് റൈസ് കഴിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സലാഡ് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീന് വേണ്ടി നിങ്ങൾക്ക് ചിക്കൻ കഴിക്കുക. അപ്പോൾ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ കഴിക്കാം, മറ്റുള്ള പരിപ്പ് പയറുവർഗ്ഗങ്ങൾ കഴിക്കാം. ഈ വക സാധനങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീന്, അതുപോലെ തന്നെ ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കുറയും. അപ്പോൾ എന്താവും? നിങ്ങൾക്ക് ശരീരത്തിൽ ഇൻസുലിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഷുഗർ വരാൻ സാധ്യത വളരെ കുറയും. ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക, എക്സസൈസ് ചെയ്യുക. നിങ്ങൾ താല്പര്യമുള്ളവർ ഞാൻ ചെയ്യുന്ന എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ, വളരെ നല്ലതാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.